ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻ, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ നെയിം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ പേഴ്സന്റെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ട്രൂ ഇന്റൻഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു വ്യക്തിയാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ ഒരുപാട് വ്യക്തികളുടെ സ്വാധീനം മൂലം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നം നടന്നിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ആ ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നേരിട്ടിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു stuck ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിരിക്കും ഈ ഒരു പ്രശ്നം നേരിടേണ്ടതായിട്ട് വന്നിട്ടിരിക്കുന്നത്. മറ്റു ചില വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ടേക്ക് സമയം എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു stuck ആയി നിൽക്കുക, ഒരു ഗ്രോത്ത് ഇല്ലാതെ ഒരു പ്രോസസ്സിംഗിലേക്ക് പോവാതെ ഒരേ സ്റ്റേജിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താളം തുള്ളി കളിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു പാർട്ടി മാത്രമല്ല, ഒരു വ്യക്തി മാത്രമല്ല, അതിപ്പോ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കുറച്ചധികം ഒരു സെൽഫിഷ് പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായ വ്യക്തികളാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന നല്ല നല്ല സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് ചേർത്ത് വെച്ചൊരു വ്യക്തി തന്നെയാണ് ഇവര്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് മുന്നോട്ട് വന്ന വ്യക്തികളാണ്. പക്ഷേ ഇവരുടെ ഒരു സെൽഫിഷ്നെസിന്റെ അല്ലെങ്കിൽ ഒരു ഈഗോയിസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ഇവർ ഇവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകും. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ ഇപ്പോൾ ഒരു ആലോചന, ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലവർക്ക്, ചിലർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബന്ധം നിന്നു പോയി എന്നൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. കാരണം ഒരു രീതിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, പൂർണ്ണമായിട്ട് stuck ആയി നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരുന്നായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരുടെ ബന്ധത്തിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും ഇട്ടിട്ട് പോകുമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച് കാണില്ല. അത്രത്തോളം നിങ്ങൾ ഒരു വിശ്വാസവും സ്നേഹവും ഈ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ടും അർപ്പിച്ച് തന്നെയായിരിക്കാം നിന്നിരുന്നത്. പെട്ടെന്നുണ്ടായ ഈ ഒരു കാരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ. മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് ഉടക്കി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ശാരീരികമായിട്ട് ഫിസിക്കലി ഒരു പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ ജോലി കാര്യങ്ങളായിട്ട് കുടുംബ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ മാനസികമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു കാര്യത്തിൽ stuck ആയിട്ട് തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്.
അതുപോലെ നിങ്ങളുടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒരു ഫിനാൻഷ്യൽ വൈസോ കരിയർ വൈസോ ഒക്കെ ഒരു പടി മുന്നിലായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും ഒരുപക്ഷേ നിങ്ങളെക്കാൾ ഒരു പടി കൂടുതലായിരിക്കാം. അപ്പൊ അതിന്റേതായ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി തന്നെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർ ഇതിനകത്ത് പൂർണ്ണമായ ഒരു തീരുമാനം എടുക്കാതെ ഇവരുടെ കാര്യം നോക്കി അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. ഇവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങളെ ചേർത്ത് നിർത്തുമെന്ന് തന്നെയായിരിക്കാം നിങ്ങൾ ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അപ്രതീക്ഷിതമായ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുവാനോ ഈ ഒരു പേഴ്സന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റക്ക് ആയി നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊരു തീരുമാനം എടുക്കാതെ സൈലന്റ് ആയി പോയ ഒരു കാര്യമോ നിങ്ങൾ പെട്ടെന്നൊന്ന് ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ആകെപ്പാടെ തകർന്നു പോയ ഒരു അവസ്ഥ. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ് എങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ ആ ഒരു പേഴ്സന്റെ ഒരു ട്രൂ ഇന്റൻഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിപ്പോ ഫിസിക്കലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു നിൽക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾക്ക് മാനസികപരമായിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊളുത്തി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മറക്കാനോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നിന്നുപോയ ഒരു ബന്ധം തന്നെ ആയിരിക്കാം. ഇനി ഒരിക്കലും ഈ ഒരു ബന്ധം തിരിച്ചു കിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേറി വന്നപ്പോൾ വലിയൊരു പ്രശ്നം ടവർ ആണ് വന്നിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നത്തെക്കാൾ കൂടുതൽ വലിയൊരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ഈ ഒരു പേഴ്സണും ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നത് ഇനി എന്തായാലും ഇത് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല, ഇത് പൂർണ്ണമായിട്ട് നിന്നുപോയി. അങ്ങനെ കരുതിയ വ്യക്തികൾ ഉണ്ടായിരിക്കാം. മറ്റു ചില വ്യക്തികൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോഴും try ചെയ്യുകയോ അവരെ contact ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ എല്ലാ വ്യക്തികളുടെയും ഒരു intention എന്ന് പറയുന്നത് ഈ ഒരു relationship നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ കാണുന്നത് ഈ ഒരു person ന്റെ intention ലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഒരു true intention എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയാൻ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇവര് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന person നെ ഒരുപാട് മനസ്സിൽ ചിന്തിച്ച് ആഗ്രഹിച്ച് നേടിയ ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര്. നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെയും ഒരു physical appearance ൽ ഇവര് ഒരു സമയത്ത് ഇവര് മയങ്ങി പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ character, physical appearance മാത്രമല്ല നിങ്ങളുടെ ഒരു character പോലും ഈ ഒരു person നെ വളരെയധികം attract ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹിക്കുന്ന മനസ്സൊക്കെ ഇവരെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇവർ ഒരു പക്ഷേ ഇത്രത്തോളം ഇവരെ സ്നേഹിക്കുന്ന ഒരു person നെ ഇവരുടെ life ൽ ഇവര് ചിലപ്പോൾ meet ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു person ന്റെ life ലേക്ക് കടന്നു വന്നപ്പോൾ ഇവര് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലേക്ക് വീണിട്ട് ഇവരുടെ ഈ ഒരു ego കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് മാറ്റിവെച്ച് നിങ്ങളെ പൂർണ്ണമായിട്ടും ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണ്. പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചധികം egoist ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവരുടെ ഒരു egoism, selfishness കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ഈ ഒരു person ഇങ്ങനെ ചെയ്യുന്ന ഒരുപക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഇപ്പൊ ഈ ഒരു person correct ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് നിങ്ങളെ കൂടുതലായിട്ട് ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഈ ഒരു time ല്. അപ്പൊ ഇനി ഈ ഒരു person ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ആ ഒരു അതേ depth ൽ തന്നെ ഈ ഒരു person മാനസികമായിട്ട് വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവരുടെ ഒരു മനസ്സിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അവരുടെ mind ഭയങ്കര disturbed ആണ്. എന്ത് രീതിയിൽ ഒരു തീരുമാനം എടുക്കണം എന്നറിയാതെ അവർ ഒരുപാട് അവരുടെ emotions നെയൊക്കെ control ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ഓർമ്മകളിൽ full നിങ്ങളുടെ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവർ ചെയ്തത് തെറ്റായി പോയി. കാരണം ഇവരെ വിശ്വസിച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ life ൽ നിന്നിരുന്നത്. നിങ്ങളുടെ relationship ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ഈ ഒരു person ന്റെ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ ഇവരുടെ കൂടെ ചേർന്ന് നിന്നത്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും കൈവിട്ട് കളഞ്ഞല്ലോ അല്ലെങ്കിൽ കൈവിട്ടിട്ട് മാറിപ്പോയല്ലോ എന്നൊരു ചിന്ത ഇവർക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ disturbance ആകുന്നുണ്ട്. ഇവരെ തന്നെ പല രീതിയിൽ control ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റ് വ്യക്തികളുടെ സ്വാധീനമാണല്ലോ ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്ക് again ഇവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ person ന്റെ ഒരു true intention പറയുകയാണെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് തന്നെ കാണുന്നത്.
അവരായിട്ട് തന്നെ ഒരു മാറ്റം വരുത്തിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം. അവരുടെ ഇന്നർ സോൾ ഈ ഒരു സമയത്ത് അവരോട് മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരോട് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് സംഭവിക്കണം എന്ന് തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്യിക്കണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് വളരെയധികം ദേഷ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും നിങ്ങളിൽ നിന്ന് വിട്ട് മാറി നിന്നെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ടൈമിൽ ഒരു ഫൈറ്റിംഗ് എനർജിയിലായി ഈ ഒരു പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് നിൽക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം, ഫാമിലി ആകാം, ഒരു പേഴ്സൺ ആകാം, റിലേഷൻഷിപ്പ് എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ ഇപ്പോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു ഫൈറ്റിംഗ് എനർജിയാണ്. കാരണം വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോയ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കയറി വന്നതുകൊണ്ടാണല്ലോ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടായിരിക്കില്ല ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ആർഗ്യുമെന്റ് ചെയ്യുന്നവര്, തർക്കിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം നിങ്ങളുടെ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളല്ലാതെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ അടുത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമാണ് വരുന്നത്. അവർ അവരെ തന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അവർ സൈലന്റ് ആണ്. അവരുടെ ഈ ഒരു സൈലൻസ് തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും. പക്ഷേ അവരുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അവരൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാവുകയാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം. പൂർണ്ണമായിട്ടും ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് ഒരു റീബർത്ത് ഇതിലേക്ക് കൊണ്ടുവരണം. ആ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ഹീൽ ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം. അപ്പൊ ആ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കേറി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ വ്യത്യസ്തത കൈവരിച്ചിട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ തെറ്റ് അല്ലെങ്കിൽ അവർ നിങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആ ഒരു തെറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ നിൽക്കുന്ന ഈ ഒരു തേർഡ് സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് അവരുടെ മനസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവരുടെ മനസ്സിനെ അവർ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മെഡിറ്റേഷൻ പീരീഡിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. കാരണം അവർക്ക് പലപ്പോഴും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളായിരിക്കാം ഒരു പേഴ്സന്റെ ഈ ഒരു പേഴ്സൺ ഒരു ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം ഇവർക്ക് ചേർത്ത് നിർത്തി ഇവരെ ഹീൽ ചെയ്യിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പൊ ഇപ്പൊ ഇവരെ ഹീൽ ചെയ്യിക്കാനൊന്നും ഇവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഇവർ ആരെയും അടുപ്പിക്കുന്നില്ല. ഓൾറെഡി അടുപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇത്രത്തോളം പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇവരുടെ ലൈഫിലേക്ക് ഇവർ ആരെയും അടുപ്പിക്കുന്നില്ല. ഇവർ പൂർണ്ണമായിട്ടും ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. സ്വയം ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവരുന്ന സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോ പോകുന്നത്. അവരെ തന്നെ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടത്തി വിട്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു കംപ്ലീഷനിലേക്ക് എത്തിച്ചിട്ട് അവരാൽ കഴിയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് മനസ്സുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇടാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഇനി അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് ഇതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തീർത്തും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒറ്റപ്പെടുന്ന സിറ്റുവേഷനിലാണ് അവർക്ക് കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തത അവർക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും മൊമെന്റ് ടു മൊമെന്റ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇന്നർ സോൾ ആണ് അവരുടെ അടുത്തേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം കുറ്റബോധം, അവർക്ക് വന്നിരിക്കുന്ന ഒരു കുറ്റബോധമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഈ ഒരു ടൈമിൽ ഡിവൈൻ ആയിട്ട് ഒരുപാട് കണക്ട് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഡിവൈൻ ആയിട്ട് കണക്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു മനസ്സിന്റെ ഒരു കറുത്ത എന്താ പറയാ അധ്യായങ്ങളെല്ലാം തന്നെ, കറുത്ത അധ്യായങ്ങൾ, ആ ഒരു കറുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ, ആ ഒരു മൂഢമായ കാര്യങ്ങളെല്ലാം അവരുടെ നീക്കം ചെയ്യപ്പെടുകയാണ്. അവരുടെ ഉള്ളിലേക്ക് ഒരു പരിശുദ്ധിയായിട്ടുള്ള ആ ഒരു എനർജിയാണ് അവരിലേക്ക് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ് പോയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് അവരുടെ ലൈഫിലേക്ക്, അവരുടെ മൈൻഡിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കടന്നുവരവിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആ ഒരു വ്യക്തത കൈവന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ രീതിയിലും ഒരു റീബർത്ത് സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം എല്ലാം തന്നിട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ സ്ലോയിങ് ടൈം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പതുക്കെ പതുക്കെയാണ് ഓരോ കാര്യങ്ങളും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ അത്രത്തോളം പതുക്കെ പതുക്കെയാണ് മൂവ് ആകുന്നത് എന്നുണ്ടെങ്കിലും അവർ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. വിട്ടുകളയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ലെറ്റിംഗ് ഗോ, അതൊക്കെ വിട്ടുകളയാൻ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ഇനി വേണ്ട എന്ന് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് അതിനെ അടുപ്പിക്കാതിരിക്കുക. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയണം, ഷെയറിംഗ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയണം ഈ ഒരു ടൈമിൽ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് വേണം. ഇനി ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ തയ്യാറല്ല എന്നാണ് കാണുന്നത്. ഇനി അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക്, ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറല്ല. നിങ്ങളുടെ ബന്ധത്തിനെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഒരു ദൃഢമാക്കാനുള്ള ഒരു പുറപ്പാടിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധ്യമല്ല. അവർക്കൊരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് സാധ്യമല്ല എന്ന് തന്നെ കാണുന്നത്. നിങ്ങളുടെ അതേ മനസ്സിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ ബന്ധം അങ്ങനെ ഒരിക്കലും നിന്ന് പോകേണ്ട ഒരു ബന്ധമായിട്ടല്ല നമുക്കിവിടെ കാണുന്നത്. അവരുടെ ഒരു ഇന്റൻഷൻ, അവരുടെ ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മാനിഫെസ്റ്റേഷൻ ആണ് വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ട് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഹൃദയം കൊണ്ട് അവർ നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. സെൽഫ് ലവ് ചെയ്തിട്ട് ആ ഒരു ഈഗോയിസത്തിലാണ് ആ ഒരു പേഴ്സൺ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിലേക്കാണ്. അവരുടെ ഹൃദയം എന്താണോ പറയുന്നത് നിങ്ങളെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യിക്കാൻ, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആ ഒരു എനർജി ആ ഒരു പേഴ്സൺ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. അവർ ആ ഒരു രീതിയിലേക്ക് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ മൂവ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തണം. ആ ഒരു എനർജിയിലാണ് അവർ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിയിലും ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നടക്കാനുണ്ടായ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ പോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറിൽ ഒരു മെച്യൂരിറ്റി കൈവന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു സ്ട്രക്ചറിൽ ഒരു ഘടന വരുത്തണം എന്നവർ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ മുൻപിലേക്ക് തന്നെ ഒരുപാട് സത്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് വന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ഇപ്പോൾ ഇവരൊരു ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്നത്. ആ ഒരു ഫൈറ്റിംഗ് എനർജി ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് വരാനുള്ള കാരണം നടന്ന കാര്യങ്ങളെല്ലാം സത്യമല്ല. തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. തെറ്റിദ്ധാരണ കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിരിക്കുന്നത്. ആ ഒരു ചിന്തയിലാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഒരു സഡൻ ആക്ഷൻ എടുക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പക്ഷേ ഇവർക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരു വ്യക്തികൾ തന്നെയായിരിക്കാം. ചിലപ്പോൾ ഫാമിലി തന്നെയായിരിക്കാം. ഏത് വ്യക്തികളാണെങ്കിലും പെട്ടെന്ന് അവരെ ഉപേക്ഷിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറായിട്ടില്ല. അവരെ വിശ്വസിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കേൾക്കുകയാണ് ചെയ്തത്. നിങ്ങളെ കേൾക്കാനായിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിന്നില്ല. പക്ഷെ ഇപ്പൊ ട്രൂത്ത്, ആ ഒരു സത്യസന്ധമായ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് അവരുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ട്രൂ ഇന്റൻഷനിലേക്ക് അവർ വരികയാണെന്നുണ്ടെങ്കിൽ, എന്താണ് അവരുടെ ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ തിരിച്ചു നേടുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു സ്പിരിച്വൽ ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടെലിപ്പതിക് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ടെലിപ്പതിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അത് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് അവിടെയും ചിന്തിക്കുക. അതാണ് ഒരു ടെലിപ്പതി കണക്ഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ടെലിപ്പതി കണക്ഷൻ നിങ്ങൾക്കിടയിൽ വർക്ക് ആവുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കാനുള്ള ഒരു റീസൺ അതാണ്. അപ്പൊ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയെങ്കിലും നേടുക എന്നൊരു ആഗ്രഹം തന്നെ അവരിൽ ഇരിക്കുകയാണ്. ടൈമിംഗ് കാർഡാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങളിലേക്ക് എത്തുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവർക്ക് മാറ്റിയിട്ട് നിങ്ങളിലേക്ക് ഒരു കറക്റ്റ് ടൈമിലേക്ക് എത്തിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിന്യൂവൽ, ഒരു റീയൂണിയൻ, ഒരു ന്യൂ ലൈഫ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട്, അതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതുവരത്തെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പരിഹരിച്ച് കോംപ്രമൈസ് ആക്കിയതിന് ശേഷം നിങ്ങളിലേക്കൊരു കടന്നുവരവ്, അതാണ് ആ ഒരു പേഴ്സന്റെ ഒരു ട്രൂ ഇന്റൻഷൻ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.
നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടെ കുറച്ച് നോക്കാം. ട്രിവാൻഡ്രം എന്ന് വന്നിട്ടുണ്ട്. 30 ഡേയ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നതാണ്. 22 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ ഡേയ്സ് ആയിരിക്കാം. 27 വന്നിട്ടുണ്ട്. 32, അശ്വതി എന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. രേവതി വന്നിട്ടുണ്ട്. വയനാട്, എ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. കെ, 34, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 28, 35, എം അഗൈൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് മന്തിൽ മേ ബി നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ റീയൂണിയൻ സംഭവിച്ചേക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. എം അഗൈൻ വരുന്നുണ്ട്. മകയിരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കോട്ടയം, ആർ ലെറ്റർ ആണ്. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. ട്രിവാൻഡ്രം, 1993, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ചേക്കാം. 36, പി, എച്ച്, ജി, വി എന്നൊരു ലെറ്റർ, ടി, എസ്, അഗൈൻ എസ് വന്നിട്ടുണ്ട്. 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. വരുന്ന 30 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 30 എന്നുള്ളത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. കാലിക്കറ്റ്, പി അഗൈൻ വരുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് 38 റിപ്പീറ്റ് ചെയ്ത് വന്ന കുറച്ച് കൂടുതൽ നമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.